ഞാൻ രാവിലെ പോകുമ്പോൾ പറഞ്ഞിരുന്നേ ചോറ് രാവിലെ കുറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മക്കൾ വരുമ്പോഴത്തേക്കും ചോറ് കഴിഞ്ഞാൽ ചോറിന് വെള്ളം വെച്ചോളം കൊണ്ടുപോകും. അപ്പോൾ ഇന്നെന്താ പതിയില്ലാതെന്ന് ചോറിന് വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ച് ഒഴിക്കും. അതുകൊണ്ട് ഞാൻ വന്നപ്പോൾ ചോറ് ഊറ്റാൻ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ ചായ ഉണ്ടാക്കാൻ വിചാരിച്ചു. അപ്പോൾ ചായ ഉണ്ടാക്കാനുള്ള വെള്ളത്തെ ഞാൻ കെറ്റലിൽ അടുപ്പത്ത് വെച്ച് നോക്കുമ്പോൾ ചായക്ക് കടിക്കുന്നൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ കുറച്ച് ചോറ് രാവിലത്തെ ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്താ കാട്ടിയാൽ കുറച്ച് ഉള്ളിയും തക്കാളിയൊക്കെ റോസ്റ്റ് ആക്കിയിട്ട് കുറച്ച് ഗരം മസാലയും വലിയ ജീരകമൊക്കെ മൂപ്പിച്ചതിന് ശേഷം അതിലേക്ക് ആ ചോറിട്ടിട്ട് നമ്മൾ സാധാരണ ഉപ്പുമാവ് ഉണ്ടാക്കും പോലെ അതിൽ ഉള്ളിക്കറി കൂട്ടിയിട്ട് ഉണ്ടാക്കിയത് അതേപോലെ നല്ല ടേസ്റ്റിലൊരു ഉപ്പുമാവ് ഉണ്ടാക്കാൻ വിചാരിച്ചു. അങ്ങനെ ആകുമ്പോൾ മക്കൾക്ക് കഴിക്കാനൊക്കെ നല്ല ഇഷ്ടമാവില്ല. നിങ്ങളൊക്കെ അങ്ങനെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്? ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റൊക്കെ ഒന്ന് പറയുള്ളൂ കേട്ടോ. അപ്പോൾ അതാ ഉപ്പുമാവ് കഴിച്ചപ്പോൾ അതാ മക്കൾക്ക് നല്ല ഇഷ്ടമായിരുന്നു. പൊന്നും കഴിച്ച് അച്ചു കഴിച്ച് പിന്നെ ബാക്കി ഞാനും കഴിച്ചു. അതൊക്കെ കഴിഞ്ഞ് പാത്രങ്ങൾ കുറച്ച് കഴുകാണ്ടായിരുന്നു. അതൊക്കെ കഴുകി വെച്ച് പിന്നെ അടുക്കളയൊക്കെ വൃത്തിയാക്കി തുടച്ചതിന് ശേഷം അടിച്ചോലൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കറി വെച്ചത്. അപ്പോൾ കുമ്പളങ്ങ ഞാൻ വാങ്ങിയെന്ന് പറഞ്ഞല്ലേ, അതായിട്ട് ഒരു കറി ഉണ്ടാക്കാൻ വിചാരിച്ചപ്പോൾ ഒന്ന് മുളക് കറി ആയിട്ട് ഉണ്ടാക്കിയത്. പച്ചക്കായും കുമ്പളയും കൂടി കൂട്ടിയിട്ട് മുളക് കറി ഉണ്ടാക്കി. അതാണെങ്കിൽ എനിക്കിഷ്ടമാണ്. തേങ്ങ അരച്ച കറിയെക്കാട്ടിലും അങ്ങനത്തെ കറിയൊക്കെ എനിക്ക് ഇഷ്ടമാണ്. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ നേരെ പോയി മേല് കഴുകാനും പിന്നെ മേലൊക്കെ കഴുകൽ കഴിഞ്ഞിട്ട് തിരുമ്പാൻ കുറച്ച് കൂടുതലുണ്ടായിരുന്നു. അതൊക്കെ എടുത്തിട്ട് നേരെ വാഷിംഗ് മെഷീൻ കൊണ്ടതിൻ്റെ ശേഷം കുറച്ച് കോഴിമുട്ട ഉണ്ടായിരുന്നു കേട്ടോ വീട്ടിൽ. അതൊക്കെ എടുത്തിട്ട് ഓംലേറ്റൊക്കെ ഉണ്ടാക്കി. ഓംലേറ്റ് ഉണ്ടാക്കിയതിന് ശേഷം ഞങ്ങൾ നാലാളും കൂടി ചോറിന് ടൈം ആയപ്പോൾ നേരെ പോയി ചോറൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കൂടെ കൂടൂ.